Hello 7th standard students. Next is exercise 1 out of 3. First one, evaluate each of the following. Adil A question, minus 30 divided by 10. Minus 30 divided by 10. Minus 30 divided by 10. We will get minus 3. Then 50 divided by 5. 50 50നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 50 ഡിവൈഡ് ബൈ മൈനസ് വരും. അപ്പോൾ ഒരു സംഖ്യ മൈനസ് ആണെങ്കിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസറിൽ എന്ത് വരും? മൈനസ് വരും അല്ലേ. 50നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും? 10 അല്ലേ. ഇനിയോ മൈനസ് 36 ഡിവൈഡ് ബൈ മൈനസ് 9. മൈനസ് 36 ഡിവൈഡ് ബൈ മൈനസ് 9. 36നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4 കിട്ടും അല്ലേ. അപ്പോൾ മൈനസും മൈനസും അതുകൊണ്ട് ആൻസറിൽ എന്ത് വരും? പ്ലസ് വരും. ഇനിയോ മൈനസ് 49 divided by 49. Answer ഉറപ്പായിട്ടും മൈനസ് വരും. ഇനി 49 divided by 49 we will get 1. Minus 13 divided by ബ്രാക്കറ്റിലുള്ളത് ആദ്യം ചെയ്യണം അല്ലേ. അപ്പോൾ മൈനസ് 2 പ്ലസ് 1. മൈനസ് 2 പ്ലസ് 1 we will get മൈനസ് 1 അല്ലേ. രണ്ട് വ്യത്യസ്ത ചിഹ്നങ്ങൾ ആഡ് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണ്ടേ? വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിന് സൈൻ ഇടുക അല്ലേ. അപ്പോൾ ഇവിടെ വലുത് -2. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും -1. അപ്പോൾ 13 ഡിവൈഡ് ബൈ -1 വി വിൽ ഗെറ്റ് 13. ഓക്കെ. ദ നെക്സ്റ്റ് ഈസ് f. 0 ഡിവൈഡ് ബൈ -2 is equal to 0. പറയാനില്ലല്ലോ അല്ലേ. -31 ഡിവൈഡഡ് ബൈ ബ്രാക്കറ്റിലുള്ളത് -30 പ്ലസ് -1. രണ്ട് മൈനസ് ചിഹ്നങ്ങളാണ് ആഡ് ചെയ്യാൻ വന്നതെങ്കിൽ ഓക്കെ -31 ഇപ്പോൾ ബ്രാക്കറ്റിലുള്ളത് ആദ്യം ആഡ് ചെയ്യണം അല്ലേ. അപ്പോൾ -30 പ്ലസ് -1 രണ്ട് മൈനസ് ചിഹ്നങ്ങൾ ആഡ് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ ആഡ് ചെയ്യുക, മൈനസ് ഇടുക. അപ്പോൾ എത്ര വരും? -31. ഇനിയോ -31 ഡിവൈഡ് ബൈ -31 is equal to മൈനസും മൈനസും കൂടി പ്ലസ് ആവും. 31നെ 31 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ we will get 1. Then next -36 divided by 12 divided by 3. അപ്പോൾ -36 divided by 12 സ്റ്റാൻഡ് ഇളകി പോകുന്ന കുട്ടികളെ. -36 divided by 12 എത്ര കിട്ടും? 36ൽ 12 എത്ര പ്രാവശ്യം പോവും? 3 ടൈംസ് അല്ലേ. അപ്പോൾ ഇവിടെ മൈനസ് ഉണ്ട്, അപ്പോൾ മൈനസ് ചേർക്കുക. ദെൻ 3 -3 divided by 3 you will get 1 അല്ലേ. അപ്പോൾ -1. ലാസ്റ്റ് വൺ ഈസ് -6 പ്ലസ് 5. -6 പ്ലസ് 5 അപ്പോൾ വ്യത്യസ്ത ചിഹ്നങ്ങളാണ്, അഡീഷനാണ്. അപ്പോൾ വലുതിന് ചെറുത് കുറക്കുക, വലുതിന് ചിഹ്നം ചേർക്കുക. അപ്പോൾ 6 എന്ന് -5 മൈനസ് ചെയ്താൽ 1, സൈന് -1 ഡിവൈഡഡ് ബൈ -2 പ്ലസ് 1. സെയിം കണ്ടീഷൻ അല്ലേ. -2 അതായത് 2ൽ നിന്ന് 1 മൈനസ് ചെയ്താലും 1 കിട്ടും, -1. Then -1 divided by -1 we will get 1.